രാജ്യം തന്നെ ഉദ്വേഗത്തോടു കൂടി കാത്തിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ ജനവിധി എന്താകുമെന്നറിയാൻ. മമതാ യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബംഗാൾ പിടിക്കാനാകും എന്നൊരു ഉറച്ച ആത്മവിശ്വാസം ഉണ്ട് BJPക്ക്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേന്ദ്രത്തിനെതിരെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഗുണം ചെയ്യുമെന്നും 4ാം ഊഴം ഉണ്ടാകുമെന്നും തൃണമൂൽ കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനു ശേഷം ബംഗാളിൽ നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗാണ് 2 ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയത്. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ ബംഗാളിലെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെയും ശരത്ലാൽ ബംഗാളിൽ തന്നെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ റെക്കോർഡ് പോളിംഗ് ശതമാനമായിരുന്നു ബംഗാളിൽ ഉണ്ടായത്. ആ പോളിംഗ് പെർസെൻറ്റേജ് കൂടുതലും BJPക്ക് അനുകൂലമായിരിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ് മമതാ ബാനർജിയുടെ TMC. അപ്പോൾ മാത്രവുമല്ല, അവിടെ ഇപ്പോഴും പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വോട്ടെടുപ്പ് സമയത്തൊക്കെ പല അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറി. ഇനിയിപ്പം നാളെ വിധി വരാൻ പോവുകയാണ്. എന്താണ് ബംഗാളിൻ്റെ ഈ അവസാന മണിക്കൂറിലെ ഒരു കാൽക്കുലേഷൻ എന്താണ് ശരത്ത്? ഗുഡ് മോർണിംഗ് സുധിലക്ഷ്മി. സേതുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ബംഗാൾ അതിസങ്കീർണമായ രാഷ്ട്രീയ ഘട്ടങ്ങളുടെ കടന്നു പോവാണ്. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഒരു മണ്ഡലത്തിൽ വീണ്ടും റീപോളിംഗ് പ്രഖ്യാപിക്കുന്നത്. ഫാത്മ മണ്ഡലത്തിൽ തൃണമൂലിൻ്റെ ജഹാംഗീർ മുഹമ്മദ് എന്നുള്ള തൃണമൂൽ സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തി അടക്കം 29 മുതൽ 48 പരാതികൾ അദ്ദേഹത്തിന് വന്നിരുന്നു. അതുപോലെ 89 പരാതികൾ ഈ ഫാത്മ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഫാത്മ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 294-ല 293-ലാണ്. അതിൽ 2 ഘട്ടങ്ങളായി. ആദ്യത്തെ ഘട്ടം നമ്മൾ ബംഗാളിൽ നേരത്തെ ഇപ്പോൾ സേതുലക്ഷ്മി പറഞ്ഞ ബംഗാൾ ആദ്യഘട്ടം 152ആണ്. ഈ 152-ൽ 59 സീറ്റുകൾ വളരെ വലിയ നിർണായകമാണ് മമതാ ബാനർജി ഈ 59 സീറ്റ്, മുർഷിദാബാദ്, ഈസ്റ്റ് മിഡ്നാപൂർ, പുർലിയ, മാൽഡ എന്നീ 4 ജില്ലകൾ കൂടി ഉൾപ്പെടുന്ന ഈ 59 സീറ്റുകളാണ് മമതയെ സംബന്ധിച്ചുള്ള വളരെ നിർണായകം. അതുപോലെ തന്നെ 2ാം ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ പ്രസിഡൻസി റീജിയൻ എന്ന് പറയുന്ന 111 സീറ്റുള്ള ആ മേഖല, കൽക്കട്ട അല്ലെങ്കിൽ ഹൗറ, അതേപോലെ തന്നെ നാഡിയ, അതേപോലെ 24 സൗത്ത് ഫർഗാന, 24 നോർത്ത് ഫർഗാന തുടങ്ങിയ സ്ഥലത്തുള്ള 111 സീറ്റുകൾ വളരെ നിർണായകമാണ്. കാരണം ഈ 111 സീറ്റുകളാണ് 2ാം ഘട്ടത്തിലെ. സേതുലക്ഷ്മി, നമുക്കറിയാം 142 സ്ഥലത്താണ് പോളിംഗ് നടന്നത്. അതിലൊരു പോളിംഗ് ഫാത്ലയിൽ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. റീപോളിംഗ് മെയ് 21 നടക്കും. അതിലെ കാര്യങ്ങൾ പോവാം. അതിനു മുമ്പേ ഈ 142 മണ്ഡലങ്ങളിൽ 41 മണ്ഡലങ്ങളിൽ വളരെ നിർണായകമാണ്. അതായത് 111 മണ്ഡലങ്ങൾ, 110 ഇപ്പോൾ ഒരു മണ്ഡലം 110 മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മമതയാണ് മമത ശക്തി കേന്ദ്രമാണ്. അതിനുള്ള ചീറ്റലും പൊട്ടലും അല്ലെങ്കിൽ അത് വെച്ചുള്ള അക്രമങ്ങളും അത് സംബന്ധിച്ച ബൂത്ത് പിടുത്തവും ഒക്കെയാണ് പരാതികളുമാണ് ഇതുവരെ നടന്നത്. ഇന്നലെ 15 ബൂത്തുകൾ റീപോളിംഗ് നടത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മമതയെ സംബന്ധിച്ച് മമത വാഴുമോ എന്നത് അറിയേണ്ടത് 1ാം ഘട്ടത്തിലെ 59 മണ്ഡലങ്ങളും അതേപോലെ തന്നെ ഈ 2ാം ഘട്ടത്തിലെ 110 മണ്ഡലങ്ങളുമാണ്. ഇതിൽ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൽക്കത്ത മണ്ഡലം, അതേപോലെ കൽക്കത്തയിലാണ് SIR വെച്ച് ഈ 142ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്. അതുപോലെ 1ാം ഘട്ടത്തിലെ മുർഷിദാബാദിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ട് അവിടെ 22 നിയമസഭാ സീറ്റുകളാണുള്ളത്. അത് കഴിഞ്ഞ തവണ 20 നേടിയത് തൃണമൂലാണ്. സ്വാഭാവികമായിട്ട് കൽക്കത്ത നഗരത്തിലാണെങ്കിൽ മുഴുവൻ സീറ്റും കഴിഞ്ഞ തവണ തൃണമൂലിന് ലഭിച്ചിട്ടുണ്ട്. ഹൗറയിൽ അതേപോലെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലകളിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി വരികയാണെങ്കിൽ, അല്ലെ ഭരണവിരുദ്ധ വികാരം വരികയാണെങ്കിൽ അത് വളരെ ശക്തമായ രീതിയിൽ, വളരെ ദോഷകരമായ രീതിയിൽ തൃണമൂലിനെ ബാധിക്കും, മമതാ ബാനർജിയെ ബാധിക്കും എന്നതാണ് വിലയിരുത്തൽ. എന്നാൽ നമുക്കൊരു കാര്യം, മമതയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ നമ്മൾ ബംഗാളിൽ നിന്ന് സംസാരിക്കുമ്പോൾ സേതുലക്ഷ്മി ഓർമ്മിപ്പിച്ചതാണ് ബംഗാളിലെ ഒരു ചരിത്രം. കോൺഗ്രസ് 30 വർഷം, CPM 34 വർഷം, ഈ മമതാ ബാനർജി 15 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ചരിത്രം അവർക്ക് അനുകൂലമാണെന്ന് സേതുലക്ഷ്മി തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മമതയുടെയും ഒരു പ്രത്യാശ. അതുപോലെ തന്നെ SIR-നെതിരെ സ്വന്തം വോട്ട് പോവും, അല്ലെ സ്വന്തം വോട്ട് സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്രത്തിനെതിരെ SIR-നെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ് തൃണമൂൽ ആശ്വസിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെ ഈ SIR അല്ലെങ്കിൽ തങ്ങളെ തുണക്കുമോ? കഴിഞ്ഞ 2021 എങ്ങനെയാണോ CAA തുണച്ചത് ആ രീതിയിൽ SIR തങ്ങളെ തുണക്കുമെന്നാണ് അഭിഷേക് ബാനർജി ഇന്ന്
ഇന്നലെ ഉന്നതതല യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഏതായാലും ബംഗാൾ വളരെ ശക്തമായ രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയണം. മമത വീഴുമോ, അല്ലെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം കൂടി ലഭിക്കുമോ എന്നതാണ് ഇനി നമുക്ക് നാളെ, അതായത് 24 മണിക്കൂറിനകം അറിയാൻ കഴിയും. എങ്ങനെയാകും ബംഗാൾ ജനത വിധി എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത്. തുടർഭരണമോ ഭരണമാറ്റമോ, കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.